ഇരിക്കണേ നമ്മുടെ കണ്ണുകളെ കൊണ്ട് നമ്മൾ നന്മ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നന്മകളെ കാണുള്ളൂ. ഇപ്പൊ നമ്മുടെ കണ്ണുകളെ കൊണ്ട് നമ്മൾ തിന്മ കാണുമ്പോഴും നമ്മൾ ഏത് കാണാൻ ശ്രമിക്കണം? നല്ലത് കാണാൻ ശ്രമിക്കണം. അത് നമ്മളെ കണ്ണുകളെ പരിശീലിപ്പിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ കൈകളെ കൊണ്ട് നമ്മൾ എത്ര കൊടുക്കാൻ ശ്രമിക്കുന്നുവോ അത്രയും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ കൈകൾ നമുക്ക് തന്നിരിക്കുന്നത് കൊടുക്കാനാണ്, സേവനം ചെയ്യാനാണ്. ഇപ്പൊ നമ്മൾ ഓരോ ഇന്ദ്രിയത്തെ കൊണ്ടും ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു കിട്ടും. തേ ദേവാഭാവയന്തു. ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുകയുള്ളൂ. ഇപ്പൊ നമുക്ക് വാക്കുകൾ തന്നിരിക്കുന്നു, ആ വാക്കുകളാകുന്ന ദേവനെ കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നിങ്ങൾ സംസാരിക്കാൻ പഠിക്കൂ. അപ്പൊ മറ്റുള്ളവരും നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറയും. അപ്പൊ ആ ദേവനെ നമ്മൾ ചീത്തയാക്കരുത്. ഇപ്പൊ നോക്കൂ, ഇത് വളരെ ശ്രദ്ധിക്കണേ. ഈ പറയുന്നത് ഓരോ ദേവനും നമ്മൾ ഹോമിക്കുന്നത് ചീത്ത വസ്തുക്കളാണെങ്കിൽ അതിന്ന് കിട്ടുന്ന ഫലവും ചീത്തതാവും. നമ്മളുണ്ടല്ലോ വാക്കുകൾ ചീത്തത് ഉപയോഗിക്കുന്ന സമയത്ത്, മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്ന സമയത്ത് നമ്മുടെ കുറ്റവും മറ്റൊരാൾ പറയാൻ കാത്തിരിക്കുന്നുണ്ട് എന്ന് മറക്കരുത്. പ്രകൃതിയുടെ നിയമം അതാണ്. മനസ്സിലാവുണ്ടല്ലോ? അപ്പൊ നമ്മൾ ദേവന്മാരെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നല്ലത് പോലെ ഉപയോഗിച്ചാൽ മറ്റിന്ദ്രിയങ്ങൾ നമ്മളെയും സന്തോഷിപ്പിക്കും. നിങ്ങൾ രാമായണം തന്നെ എടുത്തു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവാം. സീതയുടെ നാവുകൾ ചീത്ത വന്നപ്പോൾ, ലക്ഷ്മണനെ വേദനിപ്പിച്ചപ്പോൾ ഒരു രാമന്റെ നാവ് ചീത്തയായിട്ട് കാത്തിരിക്കുകയാണ് സീതയ്ക്ക് നേരെ. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്ന് പറയാം. ഈ ശ്ലോകത്തിലൂടെ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത്, നാം പ്രകൃതിയെ സംരക്ഷിച്ചു വെച്ചാൽ പ്രകൃതി നമ്മളെയും സംരക്ഷിക്കും. ഇതൊരു അവയർനെസ് ഉണ്ടാവണം മനുഷ്യർക്ക്. അപ്പൊ നോക്കൂ, നമ്മൾ പഠിക്കാനുണ്ട് പലതും. മറ്റൊരാളുടെ കണ്ണിൽ ചീത്ത കാണരുത്. ആ ചീത്ത കാണുന്ന സമയത്ത് അയാളുടെ മനസ്സിലൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പൊ അയാളുടെ മനസ്സിലൊരു ശാപമുണ്ടാവും. അത് നമുക്ക് നേരെ തിരിഞ്ഞു വരുന്ന. ഇപ്പൊ നിങ്ങളുടെ വീട് നിങ്ങൾ വൃത്തികേടാക്കി വെക്കുന്നു. ഉദാഹരണത്തിന്, ഒരാൾ നിങ്ങളുടെ വീട്ടിൽ കയറി വരുന്ന സമയത്ത് അവരുടെ കണ്ണ് ആ വൃത്തികേടുകൾ കാണുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? സന്തോഷമോ വിഷമോ? ഒരു വിഷമം. ആ ഒരു നെഗറ്റീവ് എനർജി അവരുടെ ഉള്ളിലുണ്ടായി അതൊരു ശാപമായി നമുക്ക് പരിണമിക്കുന്നു വരെയാൻ. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഒരാളുടെ കണ്ണിന് നല്ലത് കാണണമെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ആ സ്ഥലത്തെ വെക്കണം. ഇങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും ഈ ഒരു മനോഭാവം ഉണ്ടായിരുന്നെങ്കിൽ റോഡുകളിൽ നിന്നും വൃത്തികേട് വലിച്ചെറിയില്ല ആരും. കാരണം മറ്റൊരാൾ ഇത് കാണും, അയാളുടെ കണ്ണുകൾക്കൊരു വേദന ഉണ്ടാവരുത്, തെറ്റായൊരു സാധനം അയാൾ കാണരുത്. ഈ ബോധം